ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ മാത്സിൽ അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? ഒറ്റ സംഖ്യകൾ അല്ലേ. ഇപ്പം എണ്ണൽ സംഖ്യകൾ പഠിച്ചു, ഇരട്ട സംഖ്യകൾ പഠിച്ചു. അടുത്തത് അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ കണക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻസ് വായിച്ച് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും അറിയാത്തവരാണെങ്കിലും കൂടെ അവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വളരെ ബേസിക് തൊട്ടിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഖണ്ഡ സംഖ്യകൾ അഥവാ ഓൾ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. അഖണ്ഡ സംഖ്യകൾ മലയാളത്തിൽ എന്താ പറയുന്നത്? അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് അഖണ്ഡ സംഖ്യകൾ? നമ്മൾ എണ്ണൽ സംഖ്യകൾ പഠിച്ചല്ലേ. 1, 2, 3, 4 തുടങ്ങുന്ന നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ എന്ന് നമ്മൾ പഠിച്ചു. ഈ എണ്ണൽ സംഖ്യകളുടെ മുൻപിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ ഇതെന്തായി? ഇത് അഖണ്ഡ സംഖ്യയായി. അപ്പോൾ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 കൂടെ ചേരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ?
ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ നമ്മൾ 0 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ നമ്മൾ എണ്ണാൻ എപ്പോഴും തുടങ്ങുന്നത് 1 എന്നായിരിക്കും. സോ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ 1 ആയിരിക്കും. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ന്റെ കൂടെ 0 കൂടെ വരുന്നുണ്ട്. അപ്പോൾ 0 ഫസ്റ്റ് വരിക. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ 0. ഇനി ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ ചോദിച്ചാലോ, എണ്ണൽ സംഖ്യയുടെ മുമ്പിൽ ഒരു 0 ഇട്ടു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ 1, 2, 3, 4 എന്നും പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ, അനന്തമാണ്. സോ ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ അറിയില്ല, ഇൻഫിനിറ്റി ആണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ആണ്. ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ. തുക കണ്ടുപിടിക്കാനായിട്ട് എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 ചേരുവാണ് അല്ലേ. അതേപോലെ തന്നെ തുക കണ്ടുപിടിക്കാനും എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, n × n+1/2. അതേപോലെ n × ചെറിയൊരു മാറ്റം n-1/2 ചെയ്താൽ നമുക്ക് എന്തായി, അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി. ഓക്കെ, അപ്പൊ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, n × n-1/2. n × n-1/2 ഇപ്പൊ തന്നെ പഠിക്കണേ. n × n-1/2 അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടൈപ്പ് നോക്കുക. 0, 1, 2, 3, 4 എക്സെട്ര 8. ഇതുവരെ 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 8 അഖണ്ഡ സംഖ്യകൾ ആണോ? അല്ല, 8 അഖണ്ഡ സംഖ്യകളല്ല. നമ്മളറിയാം 1, 2, 3, 4, 5, 6, 7, 8. 8 വരെ 8 സംഖ്യകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്, അഖണ്ഡ സംഖ്യ ആയതുകൊണ്ട് ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ 8 വരെ 8 സംഖ്യകൾ, കൂട്ടത്തിലൊരു 0 കൂടെ ചേരുമ്പോൾ 9. അപ്പോൾ 8 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 വരെ ആണെങ്കിൽ അതിനേക്കാളും 1 കൂടുതൽ +1, അതായത് 9 അഖണ്ഡ സംഖ്യകൾ ആണേ. അപ്പം അങ്ങനെയാണെങ്കിൽ 0 മുതൽ 30 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 1 മുതൽ 30 വരെ 30 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്, ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ 30ന്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ മതി, 31 അഖണ്ഡ സംഖ്യകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ 500 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 1 മുതൽ 500 വരെ 500, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 0 കൂടെ ഇട്ടാ 501. 200 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 201. 199 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 1 കൂട്ടാ 200 അഖണ്ഡ സംഖ്യകൾ. 300 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്, 300ന്റെ കൂടെ 1 കൂട്ടാ 301, 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ ആവും, അപ്പോൾ 301. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഏത് വരെയാണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഖണ്ഡ സംഖ്യയായി. ക്ലിയർ ആണല്ലോ. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ചോദിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ടൈപ്പ്, 10ാമത്തെ അഖണ്ഡ സംഖ്യ ഏത്, 10ാമത്തെ അഖണ്ഡ സംഖ്യ ഏത്. 10ാമത്തെ അഖണ്ഡ സംഖ്യ 10 ആണോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. 10ാമത്തെ അഖണ്ഡ സംഖ്യ ഒന്ന് നോക്കിക്കേ, 0 ഒന്ന് തുടങ്ങുന്നത് അല്ലേ, അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത് 0. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചോ. 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്നും പറഞ്ഞ് 10 വരെ എഴുതിയാൽ എണ്ണി നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ാമത്തെ എന്ന് പറയുമ്പോഴേക്കും അത് 11 ആയി അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ 10 വരെ എത്ര അഖണ്ഡ സംഖ്യ ഉണ്ട്, 11 എണ്ണം ഉണ്ട്. അപ്പോൾ 10ാമത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിനേക്കാൾ 1 കുറച്ചാൽ പോരെ. അപ്പം 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എത്രയാ, 9 അല്ലേ. 10ാമത്തെ അഖണ്ഡ സംഖ്യ 10നേക്കാൾ 1 കുറവായിരിക്കും. എന്തുകൊണ്ടാ, 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 500ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയാ, 500ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ 500നേക്കാളും 1 കുറവായിരിക്കും. അതായത് 499 അഖണ്ഡ സംഖ്യ ആയിരിക്കും. 500ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 499 ആയിരിക്കും 500ാമത്തെ അഖണ്ഡ സംഖ്യ. അങ്ങനെയാണെങ്കിലേ 200ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയായിരിക്കും, 200നേക്കാളും 1 കുറവ് 199. അങ്ങനെയാണെങ്കിൽ 17ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയായിരിക്കും, 17നേക്കാൾ 1 കുറവ് 16 ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അതിനേക്കാളും 1 കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ
അഖണ്ഡസംഖ്യയായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ 10ാമത്തെ അഖണ്ഡസംഖ്യ 9, 500ാമത്തെ അഖണ്ഡസംഖ്യ 499, 8ാമത്തെ അഖണ്ഡസംഖ്യ 7. ക്ലിയർ അല്ലേ? ഇതാണ് 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് 3ാമത്തെ ടൈപ്പാണ് കേട്ടോ, ടൈപ്പ് 3. ആദ്യത്തെ 100 അഖണ്ഡസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലേ തുടക്കത്തിൽ. അപ്പോൾ അഖണ്ഡസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n - 1/2. n × n - 1/2 ആണ് അഖണ്ഡസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 100 അഖണ്ഡസംഖ്യകളുടെ തുകയാണ്. അപ്പം 100 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? n അല്ലെ, n എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n × n - 1/2. അതിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 100, n എന്ന് പറയുന്നത് 100 × 100 - 1 എത്രയാ? 100 - 1 99 /2. അതായത് 100 × 99/2. നമുക്ക് എങ്ങനെ വെട്ടിച്ചുരുക്കാലോ? 2ൽ 2 ഒരു തവണ പോകും. 100ൽ 2 എത്ര തവണ പോകും? 50 തവണ പോകും അല്ലേ? അപ്പോൾ നമുക്കിവിടെ 99നെ 50 കൊണ്ട് ഗുണിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? 99നെ 5 കൊണ്ട് ഗുണിച്ച് ഒരു 0 ചേർത്താൽ മതി. 99നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 5 45 5 4 9 5 45 4 49 495 എന്ന് കിട്ടും. ഈ 50ന്റെ ഒരു 0 കൂടെ ചേർത്തുമ്പോൾ നമുക്ക് 4950 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 100 അഖണ്ഡസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 4950. എന്നിന്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 അഖണ്ഡസംഖ്യകളുടെ തുക തന്നിരിക്കുന്നത് 20 എന്ന് പറയുന്നതാണ് നമ്മുടെ n = 20. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ n × n - 1/2. അപ്പോൾ എന്ത് ചെയ്യണം? n-ന് 20 ഇട്ട് കൊടുക്കണം. 20 × 20 - 1 എന്ന് പറയുമ്പോൾ 19 /2. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2ൽ 2 ഒരു തവണ അല്ലേ? 20ൽ എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും അല്ലേ? 10 2 20 ആണ്. സോ നമ്മുടെ ആൻസർ 10 × 19, 19ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 190. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ എത്ര അഖണ്ഡസംഖ്യകളുടെ തുക ചോദിച്ചാലും ഇക്വേഷൻ എന്താ? n × n - 1/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? 3ാമത്തെ ടൈപ്പ് കിട്ടി. ഇനി ടൈപ്പ് 4, 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 0 + 1 + 2 + 3 + 4 + etc. + 19. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 19 വരെയുള്ള അഖണ്ഡസംഖ്യകൾ കൂട്ടുകയാണ്. അപ്പോൾ വേഗം 19 വരെയല്ലേ? അപ്പോൾ 19 എന്നാണ്. 19 × 19 - 1 19 × 18 എന്നും പറഞ്ഞ് ചെയ്താൽ അത് തെറ്റായി പോകും. എന്തുകൊണ്ടാണ്? 19 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? n എന്ന് പറഞ്ഞാൽ അഖണ്ഡസംഖ്യകളുടെ നമ്പറാണ് അല്ലേ? അപ്പോൾ 19 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 19 വരെ 1 മുതൽ 19 വരെ 19 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാ? 19 വരെ 20 അഖണ്ഡസംഖ്യകളുണ്ട്. അപ്പോൾ n-ന്റെ വാല്യൂ 20 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. n × n - 1/2. ഇക്വേഷനിൽ n-ന്റെ വാല്യൂ 20 ആണ്. 20 × 19/2 ചെയ്യുമ്പോൾ നമുക്ക് 2ൽ 2 ഒരു തവണ, 20ൽ 10 പ്രാവശ്യം പോകും 2. അപ്പോൾ നമുക്ക് 190 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ 19 ആണ് അവസാനം. അപ്പോൾ 19 × 18/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, അടുത്ത നോക്കിക്കേ. 0 + 1 + 2 + 3 + 4 + 5 + etc. + 50. 50 വരെ എഗെയിൻ നമുക്ക് 50 × 49/2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. 50 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ 50 ഉണ്ട്, പ്ലസ് ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? 50ന്റെ കൂടെ 1 കൂട്ടണം അല്ലേ? അപ്പോൾ 51 എണ്ണം ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 51. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ n × n - 1/2 അപ്ലൈ ചെയ്യുമ്പോൾ n-ന്റെ വാല്യൂ 51. 51 × 51 1 പോയാൽ 50 /2. ഇനി നമുക്കതിനെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 2ൽ 2 ഒരു തവണ, 50ൽ 2 എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം പോകും. അപ്പോൾ 51 × 25 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാം. 51 എന്ന് പറഞ്ഞാൽ 50 + 1 ആണ്, × 25 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50നെ 25 കൊണ്ട് ഗുണിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി.
അപ്പോൾ 5 5 25 2 5 2 10 2 12. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 50ൻ്റെ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1250 എന്ന് നമുക്ക് കിട്ടി. പിന്നെ എന്ത് ചെയ്താൽ മതി? 1നെ 25 കൊണ്ട് ഗുണിക്കാം. 1നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 5 2 7 1275 സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 1275 എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിക്കുക, 0 മുതൽ 19 വരെയാണ്. അപ്പോൾ 19 വരെയുള്ള അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോൾ എണ്ണം നമ്മൾ നോക്കണം. 19 അല്ല, 19നേക്കാളും ഒന്ന് കൂടുതൽ ഉണ്ടാവും. 20 അഖണ്ഡസംഖ്യകൾ ഉണ്ടാവും. 50 വരെ എന്ന് പറയുമ്പോൾ 50 + 50 ആണ്. സോ 51 അഖണ്ഡസംഖ്യകൾ ഉണ്ടാവും. നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് 4ാമത്തെ ടൈപ്പ്. ഇനി 5ാമത്തെ ടൈപ്പ് 20 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ തുക. 20 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 വരെ എത്രയുണ്ട് അഖണ്ഡസംഖ്യകൾ? n എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 20 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 0 + 1 + 2 + 3 + എക്സിട്ര പ്ലസ് ഏത് വരെ ഉണ്ട്? 20 വരെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 20 വരെ എന്ന് പറയുമ്പോൾ എത്ര അഖണ്ഡസംഖ്യ ഉണ്ടാവും? 20നേക്കാളും ഒന്ന് കൂടണം അല്ലേ? 1 മുതൽ 20 വരെ 20 എണ്ണം, ഒരു 0 കൂടി ഉണ്ട്. സോ n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? തുക കാണാൻ n × n - 1/2. അപ്പോൾ വീണ്ടും 20 × 19/2. 2ൽ 2 ഒരു തവണ, 20ൽ 10 പ്രാവശ്യം. സോ നമ്മുടെ ആൻസർ 190 എന്ന് കിട്ടി. ഈസി അല്ലേ? അതേപോലെ നോക്കിക്കേ, 99 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ തുക ജസ്റ്റ് ഒന്ന് എഴുതാം നമുക്ക്. 99 വരെ 0 + 1 + 2 + 3 + എക്സിട്ര പ്ലസ് എവിടം വരെ? 99 വരെയുണ്ട്. അപ്പോൾ 99 വരെ എത്ര അഖണ്ഡസംഖ്യകളാ? 1 മുതൽ 99 വരെ 99, ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ആയി? n എന്ന് പറയുന്നത് 100 എണ്ണം ഉണ്ട് അല്ലേ? അഖണ്ഡസംഖ്യകൾ 100 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ n × n - 1/2 അപ്ലൈ ചെയ്യുമ്പോൾ 100 × 100ൽ നിന്ന് 1 പോയാൽ 99 / 2 എന്ന് കിട്ടി. 2ൽ 2 ഒരു തവണ, 100ൽ 2 50 അല്ലെ? 50 × 2 ആണ് 100. സോ 50 × 99 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 50 × 99 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ 495 ഒരു 0 കൂടെ, അപ്പോൾ 4950 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി അല്ലേ? അപ്പം 20 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 21. 99 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 100 അല്ലേ? അപ്പോൾ അഖണ്ഡസംഖ്യകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുക കണ്ടുപിടിക്കാൻ n × n - 1/2 ചെയ്താൽ മതി. അപ്പോൾ അഖണ്ഡസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് 6ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണേ. ആദ്യത്തെ എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ് 55? 55 എന്ന് പറയുന്നത് എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എന്താണ്? അഖണ്ഡസംഖ്യകളുടെ എണ്ണം തന്നിട്ട് തുക കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. തുകയുടെ ഇക്വേഷൻ എന്താ? n × n - 1/2 അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. n × n - 1/2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 55 ആണെന്ന്. ഇതിനൊന്ന് നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n × n - 1 = ഈ /2 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും. 55 × 2. 55 × 2 എന്ന് പറയുമ്പോൾ എത്രയാ? 110 അല്ലേ? അപ്പോൾ n × n - 1 = 110. നമ്മൾ കഴിഞ്ഞ തവണ എണ്ണൽ സംഖ്യകളൊക്കെ പഠിച്ചപ്പോൾ ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് n × n - 1 എന്ന് പറഞ്ഞാൽ എന്താ? n × n + 1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 7 ആണെങ്കിൽ ഇത് 8 ആണ് അല്ലേ? ഇത് 8 ആണെങ്കിൽ ഇത് 9 ആണ്, ഒന്ന് കൂടും. അതേപോലെ n × n - 1 എന്ന് പറയുമ്പോൾ n 7 ആണെങ്കിൽ ഇത് n - 1, അതായത് 7ൽ നിന്ന് 1 കുറഞ്ഞാൽ 6. ഇത് 8 ആണെങ്കിൽ ഇത് 8ൽ നിന്ന് 1 കുറഞ്ഞാൽ 7. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകൾ തന്നെയാണ് അല്ലേ? അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 110 കിട്ടണം. ഏതൊക്കെ രണ്ട് സംഖ്യകളാണ്? ആദ്യത്തേത് ചെറിയ സംഖ്യയും ആദ്യത്തേത് വലിയ സംഖ്യയും രണ്ടാമത്തേത് ചെറുതുമാണ്. കാരണം ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ചേരുമ്പോഴാണ് 110 കിട്ടുക ഗുണിക്കുമ്പോൾ? ഈസി ആയിട്ട് നമുക്ക് പറയാലോ. ഏതൊക്കെയാണ് ഗുണിക്കുമ്പോൾ 110 കിട്ടുന്നത്? അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ വേണം. 11 × 10 നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 110 കിട്ടും. 11 n ആണെങ്കിൽ n - 1 എന്ന് പറയുന്നത് എത്രയാണ്? 11ൽ നിന്ന് 1 കുറച്ചാൽ 10. കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ 11 × 10 ചെയ്താൽ 110 കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? അതിലെ വലിയ സംഖ്യ ആയിരിക്കും n, അതായത് 11. കിട്ടിയില്ലേ? ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ച് ചെയ്യാം. അടുത്ത നോക്കിക്കേ, ആദ്യത്തെ എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ്? 28.
തുക നമുക്ക് തന്നിട്ടുണ്ട്. n ഇൻറ്റു n മൈനസ് 1/2 എന്ന് പറയുന്നത് 28 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാ? 28 ഇവിടെ ഉണ്ട്. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ 28 ഇൻറ്റു 2 എത്രയാ? 56. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടണം. അതായത് ഏതോ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 56 കിട്ടണം. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഇവിടെ നോക്കിക്കാൻ നമുക്കറിയാം അല്ലേ? ആദ്യത്തെ സംഖ്യ 8 ആണെങ്കിൽ അടുത്ത സംഖ്യ എത്ര? 8 1 കുറച്ചാൽ 7. 8 7 56 എന്ന് നമുക്ക് കിട്ടും. ഈസി ആയിട്ട് കിട്ടില്ലേ? 7 8 56 അല്ലെങ്കിൽ 8 7 56. ഇവിടെ n എന്ന് പറയുന്നത് വലിയ സംഖ്യ ആയിരിക്കണം. സോ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് n മൈനസ് 1 എന്താവുക? 7 ആയിട്ട് മാറുക. അപ്പോൾ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് 56 കിട്ടുന്നത്. സോ 7 8 56. ഈസി ആയിട്ട് കിട്ടി. n-ന്റെ വാല്യൂ വലിയ സംഖ്യയാണ് n. സോ 8 ആയിരിക്കും നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആറാമത്തെ ടൈപ്പ്. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് അപ്ലൈ ചെയ്താൽ മതി. എണ്ണൽ സംഖ്യ പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ സംഖ്യകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഒരെണ്ണം പഠിച്ചാൽ അടുത്തതൊക്കെ വളരെ ഈസിയാണ്. ഇക്വേഷൻസ് മാത്രം ചെറിയ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഏഴാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 8 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 1 2 3 4 5 6 7 8 ഇതെല്ലാം കൂടെ ഗുണിച്ച് നോക്കണം. ആണോ? ചെയ്യണോ? ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണിക്കണം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു ഗുണിച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം നോക്കിക്കേ നിങ്ങൾ. 0 ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അല്ലേ? 0 കൊണ്ട് ഏതിനെ ഗുണിച്ചാലും 0 ആവും അല്ലേ? അപ്പം നമ്മളിവിടെ എത്ര വലിയ സംഖ്യ നമ്മൾ 1 മുതൽ 8 വരെ ഗുണിച്ചിട്ട് കിട്ടിയോ അതിൻ്റെ കൂട്ടത്തിൽ 0 ഗുണിച്ചു കഴിഞ്ഞാൽ എന്തായി? ആൻസർ ബിഗ് 0 അല്ലേ? അപ്പം ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാ? 0 ഉള്ളത് കൊണ്ട് ഏത് ഗുണിച്ചാലും ആദ്യത്തെ 10,000 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും എന്തായിരിക്കും? 0 ആയിരിക്കും. ആദ്യത്തെ 1,00,000 അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാലും എന്തായിരിക്കും? 0 ആയിരിക്കും. അഖണ്ഡ സംഖ്യയുടെ തുടക്കത്തിൽ 0 കിടക്കുമല്ലേ? 0-ന് എന്തുകൊണ്ട് ഗുണിച്ചാലും 0 തന്നെ കിട്ടാം. അപ്പോൾ ഇവിടെ ആലോചിക്കുകയേ വേണ്ട. ഗുണനഫലം എന്ന് കണ്ടു കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് വരും കേട്ടോ. അപ്പോൾ ഈ സംഖ്യകളുമായി ബേസ് ചെയ്ത് അതായത് നമ്മളിപ്പോൾ ഓരോ സംഖ്യകളാണ് പഠിക്കുന്നത്. എണ്ണൽ സംഖ്യകൾ പഠിച്ചു, ഇരട്ട സംഖ്യകൾ പഠിച്ചു, ഒറ്റ സംഖ്യകൾ പഠിച്ചു, ഇപ്പോൾ അഖണ്ഡ സംഖ്യകൾ പഠിച്ചു. ഇനി നമുക്ക് ഭാജ്യ സംഖ്യകൾ പഠിക്കണം, അഭാജ്യ സംഖ്യകൾ പഠിക്കണം. മനസ്സിലായോ? അങ്ങനെ ഓരോ സംഖ്യകൾ പഠിച്ചിട്ട് പിന്നെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ കണക്കൊന്നും അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്